കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കം അവസാനമില്ലാതെ തുടരുകയാണ്. വി.ഡി. സതീശനെയും ചെന്നിത്തലയെയും വെട്ടി മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള കളികൾ കെ.സി. വേണുഗോപാൽ വിഭാഗവും സജീവമാക്കിയിട്ടുണ്ട്. പാർട്ടിയിലും മുന്നണിയിലും ഉയരുന്ന വിമർശനങ്ങൾ വകവയ്ക്കാതെയാണ് നേതാക്കളുടെ ഈ തമ്മിലടി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും മുൻപ് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിലടി കോൺഗ്രസിൽ സജീവമായി കഴിഞ്ഞു. യു.ഡി.എഫിന് ഭരണം ലഭിച്ചാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് വി.ഡി. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെന്നാണ് പൊതുവെ കരുതിയിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് രമേശ് ചെന്നിത്തല കളി തുടങ്ങുന്നതാണ് കണ്ടത്. ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ച് കെ.സി. വേണുഗോപാലും രംഗത്ത് വന്നു. നേതാക്കന്മാർ പരസ്യമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ലെങ്കിലും അണികൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടികൾ അതിശക്തമായി തുടരുകയാണ്. SNDP, NSS സമുദായ നേതൃത്വങ്ങൾക്ക് വി.ഡി. സതീശനോടുള്ള എതിർപ്പ് മുതലാക്കുകയാണ് ചെന്നിത്തലയുടെയും കെ.സിയുടെയും ലക്ഷ്യം. പാണക്കാടെത്തി ലീഗ് നേതാക്കളെ കെ.സി. കണ്ടതിന് പിന്നിൽ ലക്ഷ്യവും മറ്റൊന്നല്ല. മുഖ്യമന്ത്രിയെ അന്തിമമായി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന സന്ദേശമാണ് കെ.സി. വിഭാഗം നൽകുന്നത്. പാർട്ടി ദേശീയ നേതൃത്വത്തിൽ കെ.സിക്കുള്ള ശക്തമായ സ്വാധീനത്തിന്റെ ആത്മവിശ്വാസമാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കെ.സിയെ പ്രേരിപ്പിക്കുന്നതും. തന്ത്രങ്ങളുടെ ആശാനായ ചെന്നിത്തലയും രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്ന തിരിച്ചറിവിലാണ് രമേശ് ചെന്നിത്തല. NSSന്റെയും ലീഗിന്റെയും പിന്തുണ ഉറപ്പിച്ച് മുഖ്യമന്ത്രി കസേര പിടിച്ചെടുക്കുകയാണ് ചെന്നിത്തലയുടെയും ലക്ഷ്യം. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മിന്നുന്ന വിജയം ഉണ്ടായാൽ വി.ഡി. സതീശന് അത് ഗുണം ചെയ്യും. മറിച്ച് പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ സതീശന്റെ രാഷ്ട്രീയ വനവാസത്തിനാകും അത് ഇടവരുത്തുക. രഞ്ജിത്തമ്പാടി, ജനം, തിരുവനന്തപുരം.